ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് എങ്ങനെ 30 സെക്കൻഡിനുള്ളിൽ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് അൽഗോരിതങ്ങളാണ്. അതിൽ ഒന്നാമത്തെ അൽഗോരിതമാണ് ഇത്, രണ്ടാമത്തെ അൽഗോരിതമാണ് ഇത്. അപ്പോൾ ഈ രണ്ട് അൽഗോരിതങ്ങൾ വെച്ചിട്ട് നമുക്ക് ക്യൂബ് സോൾവ് ചെയ്യാം. ആർ യു ആർ പ്രൈം യു പ്രൈം. ഇത് രണ്ടാമത്തെ അൽഗോരിതം ലെഫ്റ്റിലാണ്. പ്രൈം യു പ്രൈം എൽ യു. അത് രണ്ട് അൽഗോരിതംസ് വെച്ച് നമുക്ക് ക്യൂബ് ഫുള്ള് സോൾവ് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ചെയ്യേണ്ടത് ഈ യെല്ലോയുടെ ചുറ്റും നമ്മൾ പ്ലസ് ആക്കി മാറ്റണം. അതായത് യെല്ലോയുടെ ചുറ്റും നമ്മൾ പ്ലസ് ആക്കണം. അതായത് ഈ വൈറ്റ് പീസസ് നമ്മൾ ഇവിടെ 4 സൈഡുകളും വലുത്തണം. നമ്മൾ ഒന്നാമത്തെ പീസ് ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ പീസ് വരുത്തി, മൂന്നാമത്തെ പീസ് നോക്കണം നമ്മൾ. എന്നിട്ട് അതിങ്ങനെ ചെയ്യുക, വരുത്തുക. അങ്ങനെ 4 പീസുകളും ചെയ്യാം. അപ്പോൾ ഇത് 4 പീസും യെല്ലോയുടെ ചുറ്റോളം വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് 2 പീസ് വന്നിട്ടുണ്ട്. അതിപ്പോൾ വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അത് നമുക്ക് ഇടുന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിങ്ങനെ കളർ മാച്ച് ചെയ്യിപ്പിക്കുകയാണ്. അതെ, ഇതുകൂടെ നോക്കിക്കണ്ട, ഈ വൈറ്റിൻ്റെ താഴെയുള്ള ഈ റെഡും ഈ ഓറഞ്ചും തമ്മിൽ മാച്ചഡ് അല്ല. അപ്പോൾ നമ്മൾ മാച്ച് ചെയ്യിക്കണം. നമ്മളിങ്ങനെ പോവാം. അപ്പോൾ അത് ഈ കളറും മാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നേരെ മുകളിൽ കുടിച്ചിട്ട് ആർ അതായത് 2 വട്ടം ഡി ആക്കുക. അപ്പോൾ നേരെ താഴ്ത്തിക്കെത്തും. അതേപോലെ എല്ലാത്തും നമ്മൾ വൈറ്റിനെ ചുറ്റോറാക്കി മാറ്റുക. ഇപ്പോൾ ഇത് വൈറ്റ് ക്രോസ് ആയിട്ടുണ്ട്, ഇവിടെ കളറും മാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇവിടുത്തെ കോർണർ പീസുകൾ യോജിപ്പിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ വൈറ്റ് ഈ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഫേസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതിവിടെ വൈറ്റ് ഇപ്പോൾ ഈ സൈഡിലേക്കാണ്. അപ്പോൾ നമ്മളിത് കളർ മാച്ച് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഇത് റൈറ്റ് സൈഡ് ആയത് അതുകൊണ്ട് റൈറ്റ് സൈഡത്തെ അൽഗോരിതം ചെയ്യാം. ആർ യു ആർ പ്രൈം യു പ്രൈം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നോക്കുക. അടുത്തത് ഇവിടെ ഉണ്ട്, കളർ ഓൾറെഡി മാച്ചഡാണ്. ഇത് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡത്തെ അൽഗോരിതം ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇവിടെ വരണം. ഇവിടെ നമ്മളിത് പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഉള്ള സൈഡ് ഏതാണെങ്കിൽ ആ സൈഡത്തെ അൽഗോരിതം ചെയ്യാം. ഇത് ലെഫ്റ്റ് സൈഡിലാണ്, സോ ലെഫ്റ്റ് സൈഡത്തെ അൽഗോരിതം ചെയ്യാം. എൽ യു എൽ പ്രൈം യു പ്രൈം, എൽ യു എൽ പ്രൈം യു പ്രൈം, എൽ യു എൽ പ്രൈം യു പ്രൈം. അപ്പോൾ ഇത് നമുക്ക് അറിയിക്കുന്ന പോലെ ആയിട്ടുണ്ട്. നമുക്ക് എത്ര വട്ടം ചെയ്യുമ്പോൾ വരുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ചെയ്യിപ്പിക്കുക. കളർ മാച്ച് ചെയ്യുക, അൽഗോരിതം ചെയ്യുക. അടുത്തത് നോക്കുക, ഇപ്പോൾ ഇവിടെ മാത്രമാണ് വരാത്തതിൻ്റെ മുകളിൽ കൊടുത്ത് വയ്ക്കുക, അൽഗോരിതം ചെയ്യുക, വീണ്ടും അൽഗോരിതം ചെയ്യുക. ഇപ്പോൾ കളർ മാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി അൽഗോരിതം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വൈറ്റ് ഫുള്ള് സോൾവ് ആയി. പിന്നെ ഇവിടെയൊക്കെ ടി ഷേപ്പിൽ വന്നിട്ടുണ്ട്. ടി ഷേപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നമ്മുടെ അത് സോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് ലെയർ കംപ്ലീഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യെല്ലോ ഇല്ലാത്ത സൈഡ്സ് നമ്മൾ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതെടുത്തു ഓറഞ്ച് ആൻഡ് ബ്ലൂ. അപ്പോൾ നമ്മൾ കളർ മാച്ച് ചെയ്യിപ്പിക്കുന്നു. ഈ ബ്ലൂ ഇതിൻ്റെ ഓറഞ്ചിൻ്റെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ നോക്കുക. ഇപ്പോൾ ബ്ലൂ വരുന്നത് ഇതിൻ്റെ റൈറ്റ് ആയിട്ടാണ്, ഇതൊരിക്കലും മാറില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ യു ചെയ്യുക, അതായത് ഈ സൈഡിലേക്കാക്കുക, ഓപ്പോസിറ്റ് സൈഡിലേക്കാക്കുക. അത് കഴിഞ്ഞാൽ ഏത് സൈഡിലാണോ ആ കളർ ഉണ്ടായിരുന്നത് ആ സൈഡത്തെ അൽഗോരിതം ചെയ്യുക. അത് കഴിഞ്ഞാൽ ഈ ഒരു അൽഗോരിതം ചെയ്ത് കഴിഞ്ഞാൽ അത് മാച്ച് ആയി വരും. അങ്ങനെ ബാക്കി എല്ലാതും നമ്മൾ നോക്കുക ചെയ്യുക. അങ്ങനെ എല്ലാ അൽഗോരിതംസും നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. ചില സാഹചര്യങ്ങളിൽ നമുക്ക് വരുന്നൊരു സംഭവമാണ് ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ട് വരും. അതായത് ഇവിടെ ഓറഞ്ച് ഇവിടെയാണ് വരുന്നത്, ഗ്രീനിങ് ഇവിടെയാണ് വരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. സാധാരണ ഒരെണ്ണം ചെയ്യുന്നത് പോലെ തന്നെ നമ്മളത് ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം അത് പുറത്തേക്ക് വന്നിരിക്കും. അപ്പോൾ അത് കളർ മാച്ച് ചെയ്യിപ്പിച്ചിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യുക. അപ്പോൾ നമുക്കത് അങ്ങനെ സോൾവ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അത് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് 9 o'clock വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ജയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പിടിക്കുക. ഇത് ഫേസ് നമ്മുടെ റൈറ്റ് സൈഡത്തെ അൽഗോരിതം ചെയ്യുക. നമ്മൾ റൈറ്റ് സൈഡ് അൽഗോരിതം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് താഴ്ത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലൈൻ പോലെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതേ അൽഗോരിതം റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്ലസ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കളർ നമ്മൾ നോക്കുന്നില്ല, ഇങ്ങനെ പ്ലസ് വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുക. ഇത് നമുക്ക് സാധാരണയായിട്ട് 4 സാഹചര്യങ്ങളായിരിക്കും വരിക. നമുക്ക് എങ്ങനെയൊക്കെയാണ് 4 സാഹചര്യങ്ങൾ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് അങ്ങനെ യെല്ലോ ഡോട്ട് മാത്രമായിട്ട് വരിക. ഡോട്ട് മാത്രമായിട്ട് വന്നാൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മൾ നേരെ അത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക, ഈ അൽഗോരിതം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് 9 o'clock പോലെ വരും. നമ്മുടെ രണ്ടാമത്തെ സിറ്റുവേഷൻ അടിച്ച് വീണ്ടും ഇതേ അൽഗോരിതം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് ലൈനായിട്ട് വരും. ലൈനായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇവിടുത്തെ അൽഗോരിതം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് പ്ലസ് ആയിട്ട് വരും. പ്ലസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ യെല്ലോ പ്ലസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെപ്പ് പറയുന്നത് നമ്മുടെ കോർണർ പീസ് റെഡി ആക്കിയിട്ട് യെല്ലോ സൈഡിലേക്ക് ആക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോർണർ സൈഡ്സ് മാച്ച് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഈ ഒരു കോർണർ പീസ് എടുത്തു. ഇവിടെ ബ്ലൂ റെഡ് യെല്ലോ കൂടി ആയിരിക്കും, ബാക്കി കളർ നോക്കി മതി. ബ്ലൂവും അതേപോലെ റെഡും അത് മാച്ചഡ് അല്ല, ബ്ലൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തിരിപ്പിക്കുക. ഇവിടെ ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, അതേപോലെ യെല്ലോ മുള്ളുണ്ട്. അത് ഇങ്ങോട്ട് നോക്കുക, ഇത് മാച്ചല്ല. ഇവിടെ തിരിക്കുക, ഇതും മാച്ചല്ല, ഇത് തിരിക്കുന്നത് മാച്ചാണ്. അപ്പോൾ അത് കണ്ടാവും, ഇതിങ്ങനെ കറക്റ്റ് മാച്ചാണ്. ഇതിങ്ങനെ മാച്ചാണ്, പക്ഷേ ഇത് മാച്ചല്ല. അങ്ങനെയാണെങ്കിൽ മാച്ച് ആയ സൈഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പിടിക്കുക. ഇത് റൈറ്റ് സൈഡിൽ നമ്മുടെ റൈറ്റ് അൽഗോരിതം 3 വട്ടം ചെയ്യുക. അത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ട് ഇവിടെ ലെഫ്റ്റ് അൽഗോരിതം 3 വട്ടം ചെയ്യുക. അപ്പോൾ നോക്കിയൊക്കെ എല്ലാ സൈഡ്സും മാച്ച് ആയിട്ടുണ്ടായിരിക്കും. ഈ സൈഡ് മാച്ച് ഇതേ ഇവിടെ ഇങ്ങനെ ഇതേപടി തന്നെ എല്ലാവരും മാച്ച് ആവണമെന്നില്ല. ഇത് ഇവിടെ ഈ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ 3 കളറുകൾ ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ ഇതെല്ലാം മാച്ച് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റുബിക്സ് ക്യൂബിൽ ആദ്യമായിട്ട് യെല്ലോനെ താഴ്ത്തിക്ക് പിടിക്കാൻ പോകണം. എപ്പോഴും നമ്മൾ വൈറ്റ് ആയിരിക്കും താഴത്ത്, നമ്മൾ യെല്ലോനെ താഴ്ത്തിക്ക് പിടിക്കാൻ പോകണം. യെല്ലോനെ താഴ്ത്തിക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് മുകളിലാണ്.
അങ്ങനെ നമ്മളിങ്ങനെ നോക്കുക. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കുക. ഇവിടെ യെല്ലോ താഴത്തുണ്ട്. അപ്പോൾ ചെയ്യേണ്ട ഇങ്ങനെ തിരിക്കുക. ഇവിടെ യെല്ലോ താഴത്ത് വന്നിട്ടില്ല, ഇവിടെയാണ്. ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ട് ഈ ലെഫ്റ്റ് സൈഡത്തെ ആൽഗോരിതം ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് തിരിക്കുക. തിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ടില്ല. നമ്മൾ ഒരിക്കലും ഇതിങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം തിരിക്കും. സോ ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഇത് മാത്രമേ തിരിക്കാൻ പാടുള്ളൂ. ഈ ബി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഈ ആൽഗോരിതം ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും തിരിച്ച് ചെയ്യരുത്, കാരണം മടിയിൽ മുഴുവൻ വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സൈഡ് മാച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ റുബിക്സ് ക്യൂബ് മുഴുവനായി സോൾവ് ആവും. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് സൈഡ്സ് വല്ലതുണ്ടെങ്കിൽ അത് മാച്ച് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇവിടെ മാച്ച്ഡ് ആണ്. അപ്പോൾ ഇവിടെ റൈറ്റ് താൽഗോരിതം 2 ചെയ്യാം, ലെഫ്റ്റ് താൽഗോരിതം 2 ചെയ്യാം, റൈറ്റ് താൽഗോരിതം 5 ചെയ്യാം, ലെഫ്റ്റ് താൽഗോരിതം 5 ചെയ്യാം. നമുക്ക് നോക്കാം. താൽഗോരിതം 5 ചെയ്യുന്നു, ലെഫ്റ്റ് താൽഗോരിതം 5 ചെയ്യുന്നു. ഇപ്പോൾ സാധാരണ സോൾവ് ആവില്ല, ഒരു വട്ടം കൂടി ചെയ്യണം. ചിലപ്പോൾ സോൾവ് ആവാറുണ്ട്. അപ്പോൾ നോക്കാം. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മാച്ചിങ് ഉള്ളത്. റൈറ്റ് താൽഗോരിതം 2, ലെഫ്റ്റ് താൽഗോരിതം 2, റൈറ്റ് താൽഗോരിതം 5, ലെഫ്റ്റ് താൽഗോരിതം 5. അപ്പോൾ നമ്മുടെ റുബിക്സ് ക്യൂബ് ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നോക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.